നാടൻ രുചിയിൽ ഒരു ചിക്കൻ ലിവർ കറി വെച്ചാലോ? സ്പൈസി, റിച്ച് ആൻഡ് ഫുൾ ഓഫ് ഫ്ലേവറാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ലിവറിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായ മുളക് പൊടി, ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇനി നമുക്ക് കറിക്കുള്ള പ്രിപ്പറേഷൻ നോക്കിയാലോ? അതിനായി 1.5 സവാള കനം കുറഞ്ഞരിഞ്ഞതും, ഒരു പച്ചമുളക്, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും, 3 അല്ലി വെളുത്തുള്ളിയും, ഒരു തക്കാളിയും പിന്നെ കുറച്ച് കറി ലീവ്സുമാണ് വേണ്ടത്. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും കറി ലീവ്സും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വരണ്ട് വരാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ഒന്ന് വെന്തുടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ലിവറും കൂടെ ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിന് പുറമെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം വേകാനായിട്ട്. ഒരു 10 to 15 മിനിറ്റ് അത്ര മതി കേട്ടോ. അടിപൊളി കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ചോറിനോ ചപ്പാത്തിക്കോ എന്തിന് വേണമെങ്കിലും ഇതൊരു സൈഡായിട്ട് കൂട്ടാവുന്നതാണ്. ലിവറിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നോക്കിക്കോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എങ്ങനെ കാണാം നമുക്കിനി.